വടകര കുട്ടോത്ത് അട്ടക്കുണ്ട് കടവ് റോഡ് നവീകരണം 3 മാസത്തിനുള്ളിൽ പ്രാരംഭ നടപടികൾക്ക് തുടക്കം കുറിക്കുമെന്ന് കുറ്റ്യാടി എം.എൽ.എ. കുഞ്ഞമ്മദ്കുട്ടി മാസ്റ്റർ പറഞ്ഞു. റോഡിന്റെ പ്രവൃത്തി കോടതി സ്റ്റേ ചെയ്തുവെന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് എം.എൽ.എ. പറഞ്ഞു. മണിയൂർ പഞ്ചായത്ത് ഓഫീസിൽ വെച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു കെ.പി. കുഞ്ഞമ്മദ്കുട്ടി മാസ്റ്റർ. വികസന കാര്യത്തിൽ ഏറ്റവും വലിയ വിവാദമുണ്ടാക്കി റോഡ് നവീകരണം വളരെ നീണ്ടുപോയ ഒരു റോഡായി വടകര കുട്ടോത്ത് അട്ടക്കുണ്ട് കടവ് റോഡ് മാറിയെന്നും മണിയൂരിലെ ജനങ്ങളുടെ ദീർഘകാലത്തെ അഭിലാഷമാണ് അട്ടക്കുണ്ട് കടവ് റോഡ് നവീകരണം എന്നത്. ഇതിനായി ഞാനും മറ്റ് പഞ്ചായത്ത് പ്രസിഡന്റുമാരും മറ്റു പ്രതിനിധികളും വളരെയേറെ പ്രയത്നിച്ചുവെന്ന് കുഞ്ഞമ്മദ്കുട്ടി മാസ്റ്റർ പറഞ്ഞു. റോഡിന്റെ വികസനത്തിന് ഫണ്ട് അനുവദിച്ച ഏജൻസിയാണ് 10 മീറ്റർ ആക്കി ചുരുക്കണമെന്ന ആവശ്യം ഉന്നയിച്ചത്. റോഡിൽ നടത്തിയ ശാസ്ത്രീയ പഠനത്തിന്റെ ഭാഗമായാണ് ഈ ഏജൻസി ഇത്തരമൊരു ആവശ്യം ഉന്നയിച്ചത് എന്നും കുഞ്ഞമ്മദ്കുട്ടി മാസ്റ്റർ പറഞ്ഞു. മണിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി.കെ. അഷ്റഫും ഇദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. കുട്ടോത്ത് അട്ടക്കുണ്ട് കടവ് റോഡ് വളരെ കാലമായി ഈ മണിയൂർ നിവാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമാണ്. എന്നാൽ വികസന രംഗത്ത് ഇതുപോലെ വിവാദമുണ്ടാക്കിയ ഒരു റോഡും പദ്ധതിയും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ആ രൂപത്തിൽ വികസന കാര്യത്തിൽ വിവാദമുണ്ടാക്കി കഴിഞ്ഞ് അന്യായമായ രൂപത്തിലുള്ള നിലപാടുകൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഒരു വികസന പ്രവർത്തനം നീണ്ടു പോകും എന്നതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ കുട്ടോത്ത് അട്ടക്കുണ്ട് കടവ് റോഡ്. ഞാൻ എം.എൽ.എ. ആയി ഇവിടെ മത്സരിക്കുന്ന ഘട്ടത്തിൽ ഈ പ്രദേശത്ത് വന്നപ്പോൾ നാട്ടുകാർ എനിക്ക് നൽകിയ ഒരു നിവേദനം, ഈ കുട്ടോത്ത് അട്ടക്കുണ്ട് കടവ് റോഡുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിച്ച് റോഡ് യാഥാർത്ഥ്യമാക്കണം, ഗതാഗത സൗകര്യമില്ല എന്നതായിരുന്നു ഏറ്റവും പ്രധാനമായി. അന്ന് ഞാൻ അവരോട് പറഞ്ഞു, ഒരു വാക്ക് കൊടുത്തു, ന്യായമായ ഏത് കാര്യത്തിന് വേണ്ടിയും ജനങ്ങളോടൊപ്പം നിൽക്കും എന്ന് പറയുകയും ചെയ്തു. ആദ്യം ഞാൻ ചെയ്ത നടപടി കുണ്ടും കുഴിയുമായി ഗതാഗത യോഗ്യമല്ലാത്ത റോഡ് മുഴുവനും ഗതാഗത യോഗ്യമാക്കുന്നതിന് വേണ്ടി 2,16,00,000 രൂപ പാസാക്കുകയും റീടാറിംഗ് പ്രവർത്തനം പൂർത്തീകരിക്കുകയും ചെയ്തതാണ്. യാത്രാ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കുകയാണ് ആദ്യം ചെയ്തിട്ടുള്ളത്. തുടർന്ന് കിഫ്ബി ഫണ്ടാണ് ഇതിന് അനുവദിച്ചിരുന്നത്. കിഫ്ബിയോട് യോഗം വിളിക്കാൻ ആവശ്യപ്പെട്ടു. യോഗം വിളിച്ചപ്പോൾ അന്നാണ് മനസ്സിലാകുന്നത് 10 മീറ്റർ വീതിയിലുള്ള റോഡിന് വേണ്ടിയാണ് അക്വിസിഷൻ നടപടിക്ക് കിഫ്ബി ശുപാർശ ചെയ്തത് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഞാൻ ആ യോഗത്തിൽ പറഞ്ഞു, ഞാൻ 12 മീറ്റർ മാത്രമേ കേട്ടിട്ടുള്ളൂ, 10 മീറ്റർ ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ അവസാനം അവർ ഉത്തരവിന്റെ രേഖ കാണിച്ചു തന്നു, 10 മീറ്റർ വീതിയിൽ ആണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് 12 മീറ്റർ വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അതുകൊണ്ട് അതിലൊരു തീരുമാനം വേണമെന്ന് ഞാൻ ശക്തമായി ആവശ്യപ്പെട്ടു. അങ്ങനെ കിഫ്ബി അന്നത്തെ യോഗ തീരുമാന പ്രകാരം ശാസ്ത്രീയമായി ഈ വാഹന ഗതാഗത പരിശോധന നടത്തണം എന്ന് തീരുമാനിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തുകയും 10 മീറ്റർ റോഡ് മാത്രമേ ആവശ്യമുള്ളൂ എന്ന് അവർ തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെയാണ് 10 മീറ്റർ റോഡ് നടപടികളുമായി അക്വിസിഷൻ നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. ഇതിനിടയിൽ വിവിധ ഓഫീസുകളിൽ പരാതികളുടെ പ്രളയമാണ്. ഇവിടെയുള്ള ആക്ഷൻ കമ്മിറ്റി എന്ന പേരിൽ എല്ലാ ഓഫീസുകളിലും കയറി നിരന്തരമായി ഒരു പ്രവർത്തനത്തെ എങ്ങനെയെല്ലാം മന്ദീഭവിപ്പിക്കാൻ കഴിയുമോ ആ രൂപത്തിലെല്ലാമുള്ള ശ്രമങ്ങൾ നടത്തി വരുന്നു. 12 മീറ്റർ വേണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇവർ പോയിട്ടുള്ളത്. അവസാന ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലും ഇവർ കേസ് നടത്തി കേസുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യം വന്നു. സാധാരണഗതിയിൽ നമുക്കറിയാമല്ലോ, ഒരു പ്രദേശത്ത് ഒരു കാര്യത്തെ സംബന്ധിച്ച് നിരന്തരമായി ജനങ്ങളിൽ നിന്ന് പരാതികൾ ഇങ്ങനെ വരുമ്പോൾ ഒരു ഓഫീസർമാർ സാധാരണഗതിയിൽ ചെയ്യേണ്ട പ്രവർത്തനം പോലും മന്ദീഭവിച്ചു പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. പക്ഷേ ഉദ്യോഗസ്ഥന്മാരൊക്കെ വളരെ ഗൗരവമായി കാര്യങ്ങൾ കാണുകയും കോടതിയിൽ സർക്കാർ തന്നെ ഫലപ്രദമായി ഇടപെടുകയും ചെയ്തതിന്റെ ഫലമായി പരാതിക്കാർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവർക്ക് അക്വിസിഷൻ നടപടിയുടെ ഘട്ടങ്ങളിൽ അവർക്ക് പറയാവുന്നതാണ് എന്ന് പറഞ്ഞ് കേസ് അവസാനിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ കുട്ടോത്ത് അട്ടക്കുണ്ട് കടവ് റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് സ്റ്റേ ഉള്ളതായി എനിക്കറിവില്ല. ഇനി ഉണ്ടെന്ന് പറയുന്നവരുടെ കോടതി വിധി നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ അക്കാര്യം ബോധ്യമാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഇപ്പൊ തടസ്സം ഒന്നുമില്ല. അതിന്റെ നടപടികൾ നടന്നു വരുന്നുണ്ട്. സർവേ നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. ഇനി ഇവിടെയുള്ള മതിലുകളുടെയും കെട്ടിടങ്ങളുടെയും വില നിർണ്ണയിക്കണം.
വൃക്ഷങ്ങളുടെ വില നിർണ്ണയിക്കണം. വൃക്ഷങ്ങളുടെ വില നിർണ്ണയിക്കേണ്ടത് വനം വകുപ്പാണ്. കെട്ടിടത്തിന്റെ വില നിർണ്ണയിക്കേണ്ടത് ഇതിന്റെ ഏജൻസിയായ ഒന്നുകിൽ ബിൽഡിംഗ്സ് വിഭാഗം അല്ലെങ്കിൽ കേരള റോഡ്സ് ഫണ്ട് KRFP-ക്കാരാണ് നിർവഹിക്കേണ്ടത്. അതുകൂടി നിർവഹിച്ച് ഇനി അവാർഡ് പ്രഖ്യാപിക്കുന്ന നടപടികളിലേക്കാണ് പോകേണ്ടത്. അതിന്റെ നടപടികൾ നടന്നു വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഇപ്പോഴുള്ള അവസ്ഥ. അതിനിടയ്ക്ക് നേരത്തെ റീടാറിംഗ് ചെയ്ത പല പ്രദേശങ്ങളിലും കുണ്ടും കുഴിയായി മാറി. ഇപ്പൊ വീണ്ടും ഗതാഗത തടസ്സം വരാൻ സാധ്യതയുണ്ട് പല പ്രദേശങ്ങളിലും. ഈ കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ഹൈക്കോടതി സ്റ്റേ ആക്കിയിട്ടുണ്ടെങ്കിൽ അതിനുശേഷം ഇതുവരെ പ്രവർത്തനം മുടങ്ങാതെ നടക്കുന്നുണ്ടല്ലോ. സർവേ ഉൾപ്പെടെ എല്ലാം നടക്കുന്നുണ്ടല്ലോ. ഇവർ പ്രചരിപ്പിച്ച് തെറ്റാന്നല്ലേ എന്റെ അർത്ഥം. സ്വാഭാവികമായും വികസനത്തിന് കൂടെ എടുക്കുമ്പോൾ ഫണ്ട് അനുവദിച്ച ഏജൻസി ശാസ്ത്രീയമായ പഠനത്തിലൂടെ പറയുകയാണ് ഈ റോഡ് 10 മീറ്റർ മാത്രമേ ആവശ്യമുള്ളൂ. ട്രാഫിക് സ്റ്റഡി നടത്തിയിട്ടാണ് ശാസ്ത്രീയമായി ഏറ്റവും ആധുനിക രൂപത്തിൽ. ഇങ്ങനെ ഈ ബൂത്ത് വെച്ച് പോകുന്ന വാഹനങ്ങൾ രാവും പകലും എണ്ണിയിട്ടല്ല നിർണയിച്ചത്. ശാസ്ത്രീയമായ ഒരു ഉപകരണം കൊണ്ടുവന്ന് റോഡിലിട്ട് നിശ്ചിത ദിവസത്തിനകം ഏറ്റവും ശാസ്ത്രീയമായി പഠനം നടത്തിയിട്ട് അവർ പറയുകയാണ് 10 മീറ്ററേ ഈ റോഡ് ആവശ്യമുള്ളൂ. അവർ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമുണ്ട്, ഈ റോഡ് അപ്പുറവും ഇപ്പുറവും മുട്ടുന്ന സ്ഥലത്തും 10 മീറ്ററേ ഉള്ളൂ. പണിക്കോട്ടിയിലും കടവില്ല. അതല്ല, ഞങ്ങൾ സർവകക്ഷി തീരുമാനം എന്താ, MLA-ന്റെ തീരുമാനവും സർവകക്ഷി തീരുമാനവും 12 ആക്കാനുള്ള പരിശ്രമം നടത്തണമെന്നാണ്. ആ പരിശ്രമം നിരന്തരം നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് ട്രാഫിക് സർവേ ഉൾപ്പെടെ നടത്തിയത്. പക്ഷെ അതിന് ഫണ്ട് തരുന്ന ഏജൻസി കിഫ്ബി അനുവദിക്കുന്നില്ല. അനുവദിക്കാതിരിക്കുമ്പോൾ ആക്ഷൻ കമ്മിറ്റിക്കാർ പറയുന്നത് പോലെ റോഡ് വരികയാണെങ്കിൽ 10-15 വർഷം കഴിഞ്ഞാലും യാഥാർത്ഥ്യമാവില്ല. പക്ഷെ മണിയൂർക്കാരെ സംബന്ധിച്ച് ഇതിന് അടിയന്തര സ്വഭാവം ഉണ്ട് എന്നാണ് MLA പഞ്ചായത്ത് പ്രസിഡന്റുകൾക്ക് നമ്മളെ അഭിപ്രായം. രാഷ്ട്രീയ പാർട്ടികൾക്ക് എല്ലാവർക്കും ഇത് എത്ര വീതി കൂടുന്നതിന് അനുകൂലം തന്നെയാണ്. അതല്ല, അത് ഭാവിക്ക് വിടുക എന്നുള്ളതാണ് ഇപ്പോഴുള്ള മാർഗം. കാരണം ഈ തലമുറ നമ്മളോട് അത് ചോദ്യം ചെയ്യുന്നൊരവസ്ഥ വരാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ് കിട്ടുന്ന ഫണ്ട് ഉപയോഗിച്ച് ലഭ്യമായ സ്ഥലത്ത് 10 മീറ്ററിൽ മികച്ച റോഡ് ഉണ്ടാക്കാനുള്ള പരിശ്രമം നടത്തുന്നത്. ഒരു തെറ്റിദ്ധാരണ കൂടി മാറ്റുന്ന നല്ലതാണ്. 12 മീറ്റർ ആക്കുന്നതിൽ ഞങ്ങൾ ആരും എതിരല്ല, നാട്ടിലെ ഒരു രാഷ്ട്രീയ പാർട്ടികളും എതിരല്ല. പക്ഷെ ഫണ്ടിംഗ് ഏജൻസി ശാസ്ത്രീയമായ പഠനം നടത്തി പറയുകയാണ് ഇതിന് 10 മീറ്റർ മാത്രമേ ആവശ്യമുള്ളൂ.